എല്ലാ ABC പ്രേക്ഷകർക്കും പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ പത്രങ്ങളുടെയും പ്രധാന തലക്കെട്ട് എന്ന് പറയുന്നത് വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ കടന്നു എന്നുള്ളതാണ്. ബബിത കണ്ടില്ലേ പത്രങ്ങളിലെല്ലാം? തീർച്ചയായും കഴിഞ്ഞ 8 മണിക്കൂർ നീണ്ടു നിന്ന 8 മണിക്കൂറാണ് ചർച്ച പറഞ്ഞിരുന്നത്. പക്ഷെ 12 മണിക്കൂറോളം നീണ്ടു എന്നുള്ളത് ഇംഗ്ലീഷ് പത്രങ്ങൾ പോലും അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 12 മണിക്കൂർ നീണ്ട ഡിബേറ്റ് എന്നുള്ളത്. തീർച്ചയായും നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൈസ്തവരെ തള്ളി പറഞ്ഞുകൊണ്ട് കേരളത്തിലെ MP വരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് MP കേരളത്തിലെ ഇടതുപക്ഷമാണെങ്കിലും അവരുടേതായ നിലപാടുകൾ നമ്മൾ കണ്ടതാണ് ഇന്നലെ. അപ്പം അതിൽ ആദ്യം നമുക്ക് ജന്മഭൂമിയിൽ കൊടുത്തിരിക്കുന്നത് മതത്തിലെ ഇടപെടലല്ലെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. ചരിത്ര നിലവെന്ന് റിജിജു. അങ്ങനെ ഓരോ നേതാക്കന്മാരെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് ജന്മഭൂമി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ദേശാഭിമാനിയാണേലും വഖഫിനെ വെട്ടെന്നാണ് അവരുടെ തലക്കെട്ട്. ലോകസഭയിൽ കടുത്ത എതിർപ്പുയർത്തി പ്രതിപക്ഷം. അങ്ങനെ ഒരു ഫുൾ പേജ് ഇന്ന് വഖഫിനായിട്ട് മാറ്റി വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മൾ വഖഫ് ബില്ലിന്റെ ഭേദഗതിയെ കുറിച്ച് പറയുമ്പോൾ മുനമ്പത്തുള്ള ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അവര് കുറെ നാളുകൾ കൂടി ഒന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നു. അതെ, അവർ ഉപവാസം സ്വീകരിച്ചു. പത്രത്തിൽ ഉൾപേജുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ എടുത്തു പറയേണ്ടത് ഇന്ന് രാജ്യസഭയിലും കൂടെ അത് അവതരിപ്പിക്കപ്പെടുകയാണ്. വോട്ടിംഗ് റേറ്റ് വരെ എല്ലാ പത്രങ്ങളും വലിയ അക്കങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. 288, 232 ആ ഇതിലാണ് വോട്ടെടുപ്പിൽ ബില്ല് പാസ്സായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ MP ഘോരഘോരം പ്രസംഗിച്ചത് പലതും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കെതിരെ, വഖഫ് മുനമ്പത്തെ ജനങ്ങൾക്ക് മനസ്സിലായി. ജനങ്ങൾക്ക് എല്ലാവർക്കും, മുനമ്പത്തെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലായി രണ്ട് പാർട്ടിക്കാരില എന്താണ് അവരുടെ അടിസ്ഥാനപരമായ ആവശ്യം, അവരെന്താണ് ഉദ്ദേശിച്ചതെന്നും അവരുടെ നിലപാട് എന്താണെന്നും മനസ്സിലായി. സാധാരണക്കാർക്ക് വേണ്ടത് എന്താണെന്നും അത് ഇപ്പം നമ്മൾ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ എന്താണ് ചെയ്തു കൊടുത്തതെന്നും ജനങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ ആഘോഷ പ്രകടനമൊക്കെയാണ് ഇന്നലെ നമ്മൾ രാത്രിയിൽ ചാനലുകളിലായാലും കണ്ടുകൊണ്ടിരുന്നത്. ഒരു തലക്കെട്ടൂടെ പറഞ്ഞിട്ട് നമുക്ക് ഉള്ള വാർത്തകളിലേക്ക് പോവാം. ജന്മഭൂമിയുടെ തലക്കെട്ട് ഒന്ന് വായിക്കാവോ ബബിത? ആവേശം നാടകീയം, വഖഫ് ബില്ലിൽ ചൂടേറിയ ചർച്ച. ഇതാണ് അവിടുത്തെ ഫസ്റ്റ് തലക്കെട്ട്. അതെ, പ്രധാന പേജില് ക്രൈസ്തവരെ തള്ളിപ്പറഞ്ഞ് ബില്ലിനെ എതിർത്ത് കോൺഗ്രസ്. അതിൽ എടുത്തു പറയേണ്ട 2 വ്യവസ്ഥകൾ എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. ഞാൻ വായിക്കാം. മനോരമയിൽ വന്നതാണേ. ആദിവാസി ഭൂമിയും ചരിത്ര സ്മാരകങ്ങളും വഖഫ് ആക്കാനാകില്ല. ആദിവാസി ഭൂമി വഖഫ് ആക്കാൻ പാടില്ലെന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തി. JPCയുടെ പ്രധാന ശുപാർശകളിൽ ഒന്നായിരുന്നു നിയമങ്ങൾ വഴി ചരിത്ര സ്മാരകങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടവ വഖഫ് ആക്കാനാവില്ല എന്നുള്ളത്. മുൻപ് ഏതെങ്കിലും നിയമത്തിന് പിൻബലത്തിൽ ഇവ വഖഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് അസാധുവാക്കും. വേറൊന്ന് എടുത്തു പറയേണ്ടത് മറ്റു വ്യവസ്ഥകളെ കുറിച്ചിട്ട് തന്നെയാണ്. സർക്കാർ ഭൂമി വഖഫ് സ്വത്തായി കണക്കാക്കില്ല. തർക്കമുണ്ടായാൽ കളക്ടർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർ തീരുമാനിക്കും. നിയമ തടസ്സമുള്ള സ്വത്ത് വഖഫാക്കാൻ പാടില്ല. അതായത് നിലവിൽ സർക്കാരുമായിട്ട് തർക്കത്തിലുള്ള ഭൂമികളൊന്നും വഖഫാക്കാൻ പാടില്ല. അതിലാണ് അത് ഇടപെടും എന്നുള്ളതാണ് പറയുന്നത്. വഖഫ് അൽ ഔലാദ്, അതായത് സ്വകാര്യ വഖഫ് ഇതുള്ളത് സ്ത്രീകൾ അടക്കമുള്ളവരുടെ പിന്തുടർച്ചാവകാശം നിഷേധിക്കരുത്. വഖഫ് സ്വത്തായി തരം മാറ്റുന്നതിനു മുൻപും ബന്ധപ്പെട്ടവരെ അറിയിച്ചതിനു പരാതികൾ സ്വീകരിക്കുന്നതിനുമായി റവന്യൂ അധികാരികൾ 2 പത്രങ്ങളിൽ പരസ്യം നൽകണം. മറ്റു നിയമങ്ങളിലെ വ്യവസ്ഥകളുമായി വൈരുദ്ധ്യമുണ്ടെങ്കിൽ വഖഫ് നിയമത്തിലെ വ്യവസ്ഥകൾക്കായിരിക്കും സാധുത എന്ന വകുപ്പും ഒഴിവാക്കും. മറ്റു നിയമങ്ങളിലെ വ്യവസ്ഥകളുമായി വൈരുദ്ധ്യമുണ്ടെങ്കിൽ വഖഫ് നിയമത്തിലെ വ്യവസ്ഥകൾക്കായിരിക്കും സാധുത എന്നും വകുപ്പ് ഒഴിവാക്കും. വഖഫിന്റെ മുതവലി വഖഫ് ബോർഡിനു നൽകേണ്ട വിഹിതം 7% എന്നത് 5% കുറയ്ക്കും. അതായത് വലിയൊരു ഇപ്പം നിലനിൽപ്പിന് വേണ്ട മാറ്റങ്ങളല്ലേ ഈ ഭേദഗതികളിൽ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ബില്ലിനെ കേരളത്തിലെ MP പിന്തുണയ്ക്കണമെന്നായിരുന്നു ക്രിസ്ത്യൻ സംഘടനകളുടെ ആവശ്യം. അതൊക്കെ ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ എതിർത്ത MP പേര് ഞാൻ വായിക്കാം. MP കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഹൈബി ഈഡൻ, CPM നേതാവ് K രാധാകൃഷ്ണൻ, മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ എന്നിവർ ഒരേ സ്വരത്തിൽ ഈ ബില്ലിനെ എതിർത്തു. ഇന്നലെ എനിക്ക് തോന്നുന്നു ബില്ലിനെ എതിർത്തുകൊണ്ട് ഹിന്ദുവിൽ കോഴിക്കോട് നടന്ന പ്രതിഷേധത്തിനെ കുറിച്ച് റിപ്പോർട്ടുണ്ട്. അപ്പം ടോട്ടലി കേരളത്തിലെ MP സുരേഷ് ഗോപി ഒഴികെ ബാക്കി എല്ലാവരും അവരുടെ മുഖം മൂടി വലിച്ചു കീറിയ ദിവസമായിരുന്നു. സ്വയം സുരേഷ് ഗോപിയെ പേരെടുത്ത് പറഞ്ഞും പ്രേമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അവരുടെ വാഗ്വാദത്തിനിടയിൽ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾക്കിടയിൽ. ഒന്ന് ആലോചിക്കണം, വഖഫ് നിയമത്തിൽ ഒരു ഭേദഗതി വന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോഴാണ് അങ്ങനെ ഒരു ഭേദഗതി വരുന്നത്. പിന്നെ ട്രൈബ്യൂണലിന്റെ പുറത്തും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. എല്ലാ അധികാരവും അവർക്കായിരുന്നു എന്നുള്ളതിൽ ഒരു ഭേദഗതി വരുന്നുണ്ട്. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഇത് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ പുതിയ ഘടനയും കാലാവധിയും എല്ലാം തീരുമാനിച്ചുകൊണ്ടുള്ള മാറ്റങ്ങളും ഈ ഇതിൽ പെടുന്നുണ്ട്. പിന്നെ വഖഫ് ബോർഡ് സിഇഒയെ സംസ്ഥാന സർക്കാരിന് നിയമിക്കാം. നിലവിൽ വഖഫ് ബോർഡ് ഉദ്ദേശിക്കുന്നത് 2 പേരുകളിൽ ഒന്ന് തീരുമാനിക്കുന്നത് മുസ്ലിം ആയിരിക്കണം എന്ന വ്യവസ്ഥയും ഇതോടുകൂടി ഒഴിവാക്കപ്പെടുകയാണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഇനി എടുത്തു പറയേണ്ടത് ഇന്ന് രാജ്യസഭയിൽ വരുന്ന ഭേദഗതിയിൽ പ്രധാന നിർദ്ദേശങ്ങൾ ദീപികയിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കാം. വഖഫ് കൗൺസിലിന്റെയും വഖഫ് ബോർഡുകളുടെയും ഘടന അമുസ്ലിമുകളെ ഉൾപ്പെടുത്തുക. നല്ല തീരുമാനമാണ്. എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ വേണം. ഒരു മതത്തിന്റെ അണ്ടറിലാവരുത് എന്നുള്ളത് കൊണ്ട്, അതായത് അവർ ഉന്നയിക്കുന്ന, അതായത് ന്യൂനപക്ഷത്തിന് മേലുള്ള ഒരു ആധിപത്യമല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ മറ്റുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള സംരംഭങ്ങൾ സേവനങ്ങളും വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ വർക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശമാണ് ഇതിൽ വ്യക്തമാകുന്നത്. വഖഫ് വസ്തുക്കളിൽ സർവേ നടത്തുന്നതിന് സർവേ കമ്മീഷണർക്ക് പകരം കളക്ടർക്ക് അധികാരം നൽകുക. വഖഫായി രേഖപ്പെടുത്തിയ സർക്കാർ സ്വത്ത് വഖഫായി തുടരില്ല. വഖഫ് ട്രൈബ്യൂണലിന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം. നമുക്കറിയാം, ട്രൈബ്യൂണലിനാണ് വഖഫ് ഭൂമിയിൽ അധികാരമുള്ളത് എന്നുള്ള ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വാർത്ത മുമ്പ്. വഖഫ് ബൈ യൂസർ വ്യവസ്ഥ നീക്കം ചെയ്യും. ഒരാൾക്ക് വഖഫായി ഭൂമി ദാനം ചെയ്യുന്നതിന് ചുരുങ്ങിയത് 5 വർഷമായി താൻ ഇസ്ലാം മതം ആചരിക്കുന്നുണ്ടെന്ന് തെളിയണം. വഖഫ് ട്രൈബ്യൂണൽ സിഇഒ അമുസ്ലിം ആകണം. വഖഫ് ഭരണത്തിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തുക. ഇന്ന് രാജ്യസഭയിൽ വരുന്ന ഭേദഗതിയിൽ പ്രധാന നിർദ്ദേശങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നേരത്തെ പറഞ്ഞു പാർലമെന്റിൽ ഒരു അന്തരീക്ഷത്തിനെ കുറിച്ച്, അതിനെക്കുറിച്ച് പത്രങ്ങളിൽ പറയുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്നലെ തന്നെ അഖിലേഷ് യാദവ് അദ്ദേഹത്തിന്റെ ഇതിന്റെ ഇടയിൽ ഒരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നു ബില്ലിനെ കുറിച്ചും വഖഫിനെ കുറിച്ചും ഒക്കെ ആയിട്ട്. അപ്പൊ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എഴുന്നേറ്റ് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ? അമിത്ഷായുടെ തിരിച്ചടി, ഹർഷാരവം മുഴക്കി ലോക്സഭ. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ചർച്ചയ്ക്കിടയിൽ BJPയെ പരിഹസിച്ച സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ചുട്ട മറുപടി. ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുണ്ട്, അവർക്ക് സ്വന്തം ദേശീയ അധ്യക്ഷനെ പോലും തീരുമാനിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു അഖിലേഷ് യാദവിന്റെ പരിഹാസം. നമുക്കത് കാണാം, അദ്ദേഹത്തിന്റെ ആ സംസാരത്തിലും എല്ലാം വളരെ ചിരിച്ച്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം, ഇത് പറഞ്ഞു തീരുന്ന താമസം തന്നെ അമിത്ഷായുടെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഒരു മറുപടിയാണ് വന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ പാർട്ടിയിലെയും അവരുടെ ദേശീയ അധ്യക്ഷനെ ഏതാനും കുടുംബങ്ങളിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം കുറച്ച് പേരല്ലേ അവിടെ ഫ്രണ്ടിലിരിക്കാനുള്ളൂ, അപ്പം നോക്കി പറയാനും എളുപ്പമുണ്ടായിരുന്നു ഒന്ന് അമിത്ഷയ്ക്ക്. അപ്പോൾ 4 or 5 അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് എളുപ്പമാണ്. ഞങ്ങൾക്ക് വിശദമായ നടപടികളിലൂടെ 12-13 കോടിയിൽ നിന്ന് അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക. അതായത് അത്രയും ജനസംഖ്യയുള്ള ഒരു പാർട്ടിയാണെന്നും മെമ്പർഷിപ്പ് ഉള്ള ഒരു പാർട്ടിയാണ് BJP എന്നാണ് അമിത്ഷാ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞിരിക്കുന്നത്. അതൊരു കുറച്ച് നേരത്തേക്ക് ലോക്സഭയിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് സന്തോഷത്തോടുകൂടി പറഞ്ഞൊരു കാര്യമായിട്ട് എനിക്കത് തോന്നി. അതിനുശേഷം അമിത്ഷാ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പാർട്ടിയിൽ അതിൻ്റെ പ്രത്യേകിച്ച് ആവശ്യമില്ല, നിങ്ങൾ തന്നെ 25 വർഷം തുടരട്ടെ എന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ലോക്സഭയിൽ ഒരു ചിരി പടർത്തിയൊരു നിമിഷമായിരുന്നു ഇന്നലെ. ഈ വലിയ വാഗ്വാദങ്ങൾക്കിടയിലും വളരെ ഒരു രസകരമായ ഒരു കാര്യമായിരുന്നു നമ്മുടെ അഖിലേഷ് യാദവും അമിത്ഷായും തമ്മിലുള്ള ചർച്ച. ഞാൻ വേറൊരു കാര്യം പറയാം, ഞാനൊരു വേർഡ് പറയാം. അത് നീണ്ട മാരത്തൺ ചർച്ചയ്ക്കും വോട്ടെടുപ്പിനും ഒടുവിൽ വഖഫ് ഭേദഗതി ബിൽ ഇന്ന് പുലർച്ചെ 1:56 ലോക്സഭ പാസാക്കി. മലയാള മനോരമ കൊടുത്തതാണ് ആ വാർത്ത. അതായത് അത്രയും നീണ്ട ഒരു പോരാട്ടത്തിനൊടുവിലാണ് അത് പാസ്സാക്കിയത് എന്നുള്ള രീതിയിലാണോ, അല്ലെങ്കിൽ ചൂടുപിടിച്ച ചർച്ചകൾ, ഒരു റൈസ് തന്നെയായിരുന്നു. നമുക്ക് കണ്ടതാണ്, മറ്റ് MP-മാർ, ഇന്ത്യൻ സഖ്യത്തിൽ ഉൾപ്പെടുന്ന എല്ലാ MP-മാരും കടുത്ത ഭാഷയിൽ വിയോജിപ്പുകൾ അറിയിച്ചും അതിന് മറുപടി കൊടുത്തുമാണ് മന്ത്രി അല്ലെങ്കിൽ ലോക്സഭ ഇത് പാസ്സാക്കിയിട്ടുള്ളത്. ഇത് കേരളീയർ എന്ന നിലയിൽ 600ഓളം വരുന്ന മുനമ്പത്തെ ജനങ്ങളുടെ ഒരു വികാരമായിരുന്നു ഇന്നലെ ലോക്സഭയിൽ കണ്ട ഈ ബില്ല് പാസ്സായപ്പോൾ ഉണ്ടായത്. പക്ഷെ ഞാൻ പറയട്ടെ, എല്ലാ പത്രങ്ങളും മുനമ്പത്തെ ജനങ്ങളിലേക്ക് എത്തുന്നതിലധികവും ലോക്സഭാ വാർത്തകളാണ് കവർ ചെയ്തത്. ഉൾപേജുകളിലാണ് ഉള്ളത്. മറ്റുള്ള പേജുകളിലും ഫ്രണ്ട് പേജുകളിലൊന്നും തന്നെ മുനമ്പത്തെ ജനങ്ങളുടെ ഒരു ഇതില്ല. അവര് പറയുന്നുണ്ട് സന്തോഷമാണ് എന്നുള്ളതും, ഞങ്ങള് പരീക്ഷിച്ചു, ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഞങ്ങൾ വിജയിച്ചു എന്നുള്ള ഭാഷയിൽ തന്നെയാണ് അവർ ഉപവാസം എടുത്ത് ഇന്നലെ
എന്താണ് പ്രാർത്ഥനാ ദിനമായിട്ടൊക്കെ ആചരിച്ചാണ് ഇതിനോട് സന്തോഷം അർപ്പിച്ചത്. ഞാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ഭേദഗതി ബിൽ ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിന്റെയും കൂടെ വായിച്ചിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. കേരളത്തിലെ ക്രൈസ്തവ പ്രതിനിധികളും മുനമ്പത്തെ കുടുംബങ്ങളും എന്നെ വന്നു കണ്ടു. അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ, അതായത് പ്രതിപക്ഷം, പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ എന്തിന് അവർ ഇവിടെ വന്നു? നിങ്ങൾ അവരുടെ ദുഃഖം മനസ്സിലാക്കിയില്ല. ഈ ബിൽ പാസ്സാക്കുന്നതോടെ അവരുടെ ദുഃഖത്തിന് പരിഹാരമാകും. ബില്ലിനെ പിന്തുണച്ച KCBCയും CBCIയും മറ്റും അറിവില്ലാത്തവരാണോ? നിങ്ങൾക്ക് ന്യൂനപക്ഷത്തിന്റെ പിന്തുണയുണ്ട്. ന്യൂനപക്ഷത്തിന്റെ പിന്തുണ കൊണ്ട് ഒന്ന് മാത്രമാണോ പ്രതിപക്ഷം ഇത്തരത്തിലൊരു സമീപനം എടുത്തത്? ബബിതയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം ചൂടുപിടിച്ച ഭാഷയിലാണ്. ചൂടുപിടിച്ച ഭാഷയിൽ മാത്രമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മുനമ്പത്തെ ജനങ്ങൾ നമ്മുടെ ഇവിടുത്തെ, അതായത് മുനമ്പം ജനതയുടെ, എറണാകുളം ജനതയുടെ MPയെ കാണാൻ വന്നിരുന്നു. അന്ന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഡൽഹിക്ക് പോയെന്നാ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കിരൺ റിജിജു എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യയിലുള്ള, ഇന്ത്യയിലെ തന്നെ ഒരു ഭാഗത്ത് ഇത്ര അകലെയുള്ള ഒരു മന്ത്രി അവരെ കേൾക്കാനുള്ള ഒരു സമയം ഉണ്ടായതും. അപ്പോൾ ഒരു ലത്തീൻ കത്തോലിക്കൻ കൂടിയായ കൊച്ചിയിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹൈബി ഈഡൻ എന്ന് പറയുന്ന MPക്ക് സമയമുണ്ടായിരുന്നില്ല ഇന്ന് വരെ അവരെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ അറിയാനും. എന്നിട്ടും ഇന്നലെ ലോകസഭയിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ വാക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് കേരളത്തിലെ ജനങ്ങളും മുൻപത്തെ ജനങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്കറിയാം ഓരോ കേരളത്തിലെ MPമാരുടെയും ഇന്നലത്തെ നിലപാടോടുകൂടി അവരുടെയൊക്കെ പച്ചയായ രാഷ്ട്രീയം വ്യക്തമായ ദിവസങ്ങളായിരുന്നു. അവർക്ക് മൊത്തത്തിൽ എന്താണ് അവരുടെ നിലപാടെന്ന് എല്ലാവർക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ വഖഫിന്റെ കൂടുതൽ ചർച്ചകളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അടുത്ത ദിവസത്തിനുള്ള പത്രങ്ങളിൽ ഉണ്ടാവുമെന്ന് നമ്മൾ രാജ്യസഭയിൽ ഇന്നും കൂടെ പറയും. അത് കഴിഞ്ഞൊരു പ്രതികരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.